ഓക്കെ, നമ്മളിനി ചാപ്റ്റർ 6 ആണ് നോക്കുന്നത്. നമ്മുടെ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ 6ാമത്തെ ചാപ്റ്ററാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് മാർജിനൽ കോസ്റ്റിംഗ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, കണ്ടൻറ് വൈസ് കൂടുതലുള്ള ചാപ്റ്ററാണ് ഇതിൽ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ അത്. ഓക്കെ, ചാപ്റ്റർ 6 മാർജിനൽ കോസ്റ്റിംഗ്. അപ്പോൾ അതിന് തന്നെ മീനിങ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്നതാണ് ആദ്യത്തെ ചോദ്യം വരികയാണെങ്കിൽ. വാട്ട് യു മീൻ ബൈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഏതിൻ്റെ ആൻസർ ഇതാണ്. മാർജിനൽ കോസ്റ്റിംഗ് ഇസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് വിച്ച് ഇസ് ഹൈലി യൂസ്ഫുൾ ഫോർ മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. യൂസ്ഫുൾ ഫോർ മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് മാനേജ്മെൻറ്റ് ടു കൺട്രോൾ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് നിയന്ത്രിക്കാനുള്ള ഒരു ടെക്നിക്കാണിത്. ആൻഡ് ടേക്ക് വൈറ്റൽ ഡിസിഷൻസ് ടു ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ കോസ്റ്റ് കുറയ്ക്കാനും പ്രോഫിറ്റബിലിറ്റി കൂട്ടാനുള്ള, അതായത് കോസ്റ്റ് കുറയ്ക്കാനും പ്രോഫിറ്റബിലിറ്റി കൂട്ടാനുള്ളൊരു ടെക്നിക്കാണ് എന്ത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അതായത് ഡിസിഷൻ മേക്കിങ്ങിന് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നൊരു ടൂളുമാണ് മാർജിനൽ കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ നോക്കാനായിട്ടുള്ളത്. ഇനി ഡെഫിനിഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഡെഫിനിഷൻ നോക്കാം നമുക്ക്. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അസർടൈൻമെൻറ്റ് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് of marginal cost and of the effect of profit of changes in volume or type of product. അതായത് കോസ്റ്റിനെ വേരിയബിൾ കോസ്റ്റ് ആയിട്ടും ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടും ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അസർടൈൻ ചെയ്യലാണ്. എന്ത് മാർജിനൽ കോസ്റ്റ് അസർടൈൻ ചെയ്യലാണ്. ഇതാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ. CIMA ലണ്ടനാണ് ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്, അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ മാർജിനൽ കോസ്റ്റിങ്ങിന് ചോദിക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഫീച്ചേഴ്സ് നോക്കാം നമുക്ക്. അപ്പോൾ ഫീച്ചേഴ്സിൽ ഫസ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ്. അത് കോസ്റ്റിങ്ങിൻ്റെ ഒരു ടെക്നിക്കാണ്. ഓക്കെ, പിന്നെന്താണ്, ഇറ്റ് ഇൻവോൾവ്സ് അനാലിസിസ് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് കോസ്റ്റ് ടു ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ മീനിങ്ങിൽ കണ്ടതേ കാര്യം തന്നെയാണ്. ഡിസിഷൻ മേക്കിങ്ങിന് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു ടെക്നിക്കും കൂടിയാണ് മാർജിനൽ കോസ്റ്റിംഗ്. മൂന്നാമത്തെ പോയിന്റ്, ഓൾ കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. എല്ലാ കോസ്റ്റും എന്താണ് ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടും അതേപോലെ വേരിയബിൾ കോസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സെമി വേരിയബിൾ കോസ്റ്റ് ആർ ഓൾസോ സെഗ്രിഗേറ്റഡ് ഇൻ ടു ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ. അപ്പോൾ സെമി വേരിയബിൾ കോസ്റ്റും ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സെഗ്രിഗേഷൻ നടക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നാലാമത്തെ പോയിന്റ് ഇവിടെ പറയുന്നത് only variable costs are charged to the cost of production. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് വേരിയബിൾ കോസ്റ്റ് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. ഫിക്സ്ഡ് കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് പീരിയഡ് കോസ്റ്റ് ആൻഡ് ചാർജ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ പീരീഡ്. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റിനെ പീരിയഡ് കോസ്റ്റ് ആയിട്ട് പരിഗണിച്ചിട്ട് അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്കാണ് എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വേരിയബിൾ കോസ്റ്റ് ആണ് വേരിയബിൾ കോസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റിനെ അല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റിന് പീരിയഡ് കോസ്റ്റായി കണക്കാക്കിയിട്ട് അത് PNലേക്കാണ് ചാർജ് ചെയ്യുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് വേരിയബിൾ കോസ്റ്റ് ഓർ മാർജിനൽ കോസ്റ്റ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് വേരിയബിൾ കോസ്റ്റിനാണ്. ഇത് വേരിയബിൾ കോസ്റ്റിനാണ് എന്ത് ചാർജ് ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റബിലിറ്റി ഈസ് അസർടൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ, കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കോൺസെപ്റ്റ് ആണിത്, ഒരു കാൽക്കുലേഷൻ ആണ്. ഇവിടെ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ മാർജിനൽ കോസ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ആണ് പ്രോഫിറ്റബിലിറ്റി അസർടൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. വിച്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ വളരെ സിമ്പിളാണ്. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്നുള്ളതും അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ഡെഫിനിഷനും. ഇനി മാർജിനൽ കോസ്റ്റ് എന്താണ് എന്നുള്ളതാണ്. Marginal cost is the additional cost incurred to produce an extra unit of output. അതായത് നമ്മളിപ്പോൾ ഒരു 2 യൂണിറ്റാണ് സ്ഥിരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു യൂണിറ്റ് കൂടി പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഒരു യൂണിറ്റ് എക്സ്ട്രാ വരുന്നതിന് വന്ന അഡീഷണൽ കോസ്റ്റിൻ്റെ പേരാണെന്ത്, മാർജിനൽ കോസ്റ്റ്. ഓക്കെ, അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന അഡീഷണൽ കോസ്റ്റിൻ്റെ പേരാണ് മാർജിനൽ കോസ്റ്റ്. ഫോർ ഓൾ പ്രാക്ടിക്കൽ പേർപ്പസസ് മാർജിനൽ കോസ്റ്റ് ഇസ് ദ സെയിം ആസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന് വെച്ചാൽ വേരിയബിൾ കോസ്റ്റ് തന്നെയാണ് ടെക്നിക്കലി പറയുകയാണെങ്കിൽ. ആസ് ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് വിൽ ഇൻക്ലൂഡ് ഓൺലി വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മളിവിടെ പീരിയോഡിക് കോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് മാർജിനൽ കോസ്റ്റ് എന്താണ്, അത് വേരിയബിൾ കോസ്റ്റ് തന്നെയാണ് കണ്ടീഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ മീനിങ് ഓഫ് മാർജിനൽ കോസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് ശ്രദ്ധിക്കുക,
നെക്സ്റ്റ് വൺ വരുന്നത് ഇനി നോക്കാനുള്ളത് ഡെഫിനിഷൻ ഓഫ് മാർജിനൽ കോസ്റ്റ് ആണ്. മാർജിനൽ കോസ്റ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. മാർജിനൽ കോസ്റ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് അറ്റ് എനി ഗിവൺ വോളിയം ഓഫ് ഔട്ട്പുട്ട് by which aggregate costs are changed if the volume of output is increased or decreased by 1 unit. അതായത് CIMA ഇംഗ്ലണ്ട് ആണ് നേരത്തെ കൊടുത്ത പോലെ തന്നെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷനും CIMA ഇംഗ്ലണ്ട് ആയിരുന്നു കൊടുത്തത്. ഇവിടെ മാർജിനൽ കോസ്റ്റിൻ്റെ ഡെഫിനിഷനും CIMA ഇംഗ്ലണ്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് മാർജിനൽ കോസ്റ്റ് ഇവിടെ പറയുന്നത്? It is defined as the amount at any given volume of output by which aggregate costs are changed. അതായത് ഒരു എമൗണ്ട് കൊടുക്കുന്ന ഒരു വോളിയം ഔട്ട്പുട്ടിന്, അപ്പോൾ അതിൻ്റെ അഗ്രിഗേറ്റ് കോസ്റ്റിന് എങ്ങനെയാണ് എക്സ്ട്രാ ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴോ ഡിക്രീസ് ചെയ്യുമ്പോഴോ മാറ്റം വരുന്നത്. അതായത് ഒരു ടോട്ടൽ കോസ്റ്റ് 100 കൊടുക്കുന്നു, 100 യൂണിറ്റ് അപ്പോൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് 99 യൂണിറ്റ് ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ 101 യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴോ എന്ത് മാറ്റമാണ് ഈ ടോട്ടൽ കോസ്റ്റിൽ, ഇത് കോസ്റ്റ് ആണെങ്കിൽ വരുന്നത്, അതിനെയാണ് മാർജിനൽ കോസ്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? എസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. മാർജിനൽ കോസ്റ്റിങ്ങിന് ചില എസംഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ധാരണകൾ അല്ലെങ്കിൽ ഈ പറയുന്ന എസംഷൻസ് നിലവിലുണ്ടെങ്കിലേ മാർജിനൽ കോസ്റ്റിംഗ് എന്ത് വരുന്നുള്ളൂ, അത് റെലവൻ്റ് ആവുന്നുള്ളൂ. അപ്പോൾ എക്കണോമിക്സിലോ കാണുന്ന പോലെ ഇതിനും എന്ത് വരുന്നുണ്ട്, നമുക്ക് എസംഷൻസ് വരുന്നുണ്ട്, മുൻധാരണകൾ. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഓൾ കോസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. എല്ലാ കോസ്റ്റിനെയും ഫിക്സ്ഡ് കോസ്റ്റും അതേപോലെ വേരിയബിൾ കോസ്റ്റുമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് അറ്റ് ഓൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. എല്ലാ ലെവലും, ഇപ്പോൾ ഔട്ട്പുട്ട് 100 ആണെങ്കിലും 200 ആണെങ്കിലും 300 ആണെങ്കിലും ഫിക്സ്ഡ് കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞതാണ് കോസ്റ്റിനെ നമുക്ക് ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ ആയിട്ട് എന്താണ് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കണം. പിന്നെ പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് എന്തായിരിക്കണം, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. മൂന്നാമത്തെ പോയിന്റ്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് റിമെയിൻസ് ദ സെയിം. അതായത് ഓരോന്നിൻ്റെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്തായിരിക്കണം, അത് സെയിം ആയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫോർത്ത് അസംഷൻ. നാലാമത്തെ അസംഷൻ നോക്കാം. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു വോളിയം ഓഫ് ഔട്ട്പുട്ട്. അതായത് വേരിയബിൾ കോസ്റ്റ് ഓരോ യൂണിറ്റ് അനുസരിച്ചിട്ട് മാറും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്താണ്, പ്രൊപ്പോർഷനേറ്റ്ലി വോളിയം ഓഫ് ഔട്ട്പുട്ട് അനുസരിച്ച് എന്താണ് മാറുമെന്നാണ് പറയുന്നത്. അതായത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ എന്താണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യും പ്രൊപ്പോർഷനേറ്റ്ലി എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇനി കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ വോളിയം ഓഫ് ഔട്ട്പുട്ട്. വോളിയം കൂടുമ്പോഴാണ് പ്രോഫിറ്റ് കൂടുക, വോളിയം കൂടുമ്പോഴാണ് കോസ്റ്റ് കുറയുക, വോളിയം കുറയുമ്പോൾ കോസ്റ്റ് കൂടുന്നു, പ്രോഫിറ്റ് കുറയുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അസംഷനായിട്ട് വരുന്നത്. അപ്പോൾ കോസ്റ്റും പ്രോഫിറ്റും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് വോളിയം ഓഫ് ഔട്ട്പുട്ട് പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാർജിനൽ കോസ്റ്റിൻ്റെ അസംഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ്. അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങും ഈ പറയുന്ന അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് മാർജിനൽ കോസ്റ്റിങ്ങിൽ പറയുന്നത് ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ് ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ആകെ വേരിയബിൾ കോസ്റ്റ് മാത്രമേ മാർജിനൽ കോസ്റ്റിങ്ങിൽ എടുക്കുന്നുള്ളൂ. പക്ഷേ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ് ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ഫിക്സ്ഡ് കോസ്റ്റും വരുന്നുണ്ട്, വേരിയബിൾ കോസ്റ്റും വരുന്നുണ്ട്. പക്ഷേ മാർജിനൽ കോസ്റ്റിങ്ങിൽ ആകെ വേരിയബിൾ കോസ്റ്റ് മാത്രമേ നമ്മൾ എന്തെടുക്കുന്നുള്ളൂ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ എടുക്കുന്നുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, മാർജിനൽ കോസ്റ്റിങ്ങിൽ പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് പീരിയഡ് കോസ്റ്റ് ആൻഡ് ചാർജ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റിന് പീരിയഡ് കോസ്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്, അത് P&Lലേക്കാണ് ചാർജ് ചെയ്യുന്നത്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് ആർ ഓൾസോ ചാർജ് ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ഇവിടെ എന്താണ് ഫിക്സ്ഡ് കോസ്റ്റിന് എടുക്കുന്നില്ല, ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ഫിക്സ്ഡ് കോസ്റ്റിന് എടുക്കുന്നുണ്ട്. ഓക്കെ, ഫിക്സ്ഡ് കോസ്റ്റിനെ ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് ആർ വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ് ഓൺലി. അതായത് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെയും വാല്യൂ മാർജിനൽ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സും വർക്ക് ഇൻ പ്രോഗ്രസും
മാർജിനൽ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർജിനൽ കോസ്റ്റിങ്ങിൽ കണക്കാക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ആർ വാല്യൂഡ് അറ്റ് ടോട്ടൽ കോസ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ് ബോത്ത് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊത്തം സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത്, വാല്യൂ ചെയ്യുന്നത്. ഇനി വാല്യൂ ഓഫ് സ്റ്റോക്ക് അപ്പോൾ എന്തുകൊണ്ട് ഇതിവിടെ മാർജിനൽ കോസ്റ്റ് മാത്രം എടുക്കുന്നത് കൊണ്ട് എന്താണ് ഇത് ലോ ആയിരിക്കും. ഇവിടെ രണ്ടും ഫിക്സ്ഡ് കോസ്റ്റും നമ്മുടെ വേരിയബിൾ കോസ്റ്റും രണ്ടും കൂടി എടുക്കുന്നത് കൊണ്ട് ഇവിടെ ഹൈ ആയിരിക്കും. പ്രോഫിറ്റ് ഈസ് അസർട്ടൈൻഡ് ബൈ ഡിഡക്റ്റിംഗ് ഫിക്സ്ഡ് കോസ്റ്റ് ഫ്രം കോൺട്രിബ്യൂഷൻ. അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെ കണക്കാക്കുന്നത്, ഫിക്സ്ഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷനിൽ നിന്നും മൈനസ് ചെയ്തിട്ടാണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ആദ്യം എന്താണ്, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കൊടുത്താൽ കോൺട്രിബ്യൂഷൻ കിട്ടി. ഇനി ഈ കോൺട്രിബ്യൂഷന് ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്ത് എന്ത് കിട്ടി, പ്രോഫിറ്റ് കിട്ടി. ഇങ്ങനെയാണ് ഇവിടെ പ്രോഫിറ്റ് കണക്കാക്കുന്നത്. ഇവിടെ എന്താണ്, പ്രോഫിറ്റ് ഈസ് അസർട്ടൈൻ ഫ്രം ഡിഡക്റ്റിംഗ് ടോട്ടൽ കോസ്റ്റ് ഫ്രം സെയിൽസ്. അതായത് സെയിൽസിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റും അതേപോലെ വേരിയബിൾ കോസ്റ്റും മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പോൾ ടെക്നിക്കലി രണ്ടും കിട്ടുന്ന പ്രോഫിറ്റ് സെയിം ആണ്. ഇവിടെ ആദ്യം കോൺട്രിബ്യൂഷൻ കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ പ്രോഫിറ്റ് കാണുന്നത്. അപ്പോൾ ഇത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ കുറച്ചും കൂടി, അത് മാനേജേഴ്സിന് കുറച്ചും കൂടി എളുപ്പമാണിത്. കാരണം കോൺട്രിബ്യൂഷൻ കാണുകയെന്ന് വെച്ചാൽ ഈ വേരിയബിൾ കോസ്റ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാണ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആർക്ക് മനസ്സിലാവും, നമ്മുടെ മാനേജ്മെൻറ്റിന് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് ആണ്. മാർജിനൽ കോസ്റ്റിങ്ങും ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇവിടെ മാർജിനൽ കോസ്റ്റിംഗിൽ കൊടുത്തിരിക്കുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ചാർജ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ കൊടുത്ത് നമ്മൾ എന്താണ് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ കൊടുത്ത അതേ പോയിന്റ് തന്നെ എവിടെയും കൊടുത്തിരിക്കുന്നത്, ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ എന്ത് വരുന്നില്ല, ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നില്ല. പക്ഷെ ഇവിടെ എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ എന്ത് വരുന്നുണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി നമുക്ക് മാർജിനൽ കോസ്റ്റിങ്ങിൽ നോക്കാനായിട്ടുള്ളത്, ഡസ് നോട്ട് കൺസിഡർ ചേഞ്ച് ഇൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ചേഞ്ച് ഇൻ ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ്, ഈ ചേഞ്ച് ഇൻ ഔട്ട്പുട്ടിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ ചേഞ്ച് ഇൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഫിക്സ്ഡ് കോസ്റ്റിൽ വരുന്ന മാറ്റം ഔട്ട്പുട്ടിൽ എങ്ങനെ മാറ്റുന്നുണ്ടെന്നുള്ള, അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ എങ്ങനെ മാറ്റം വരുത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റിൽ വരുന്ന മാറ്റം ഔട്ട്പുട്ടിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത് എന്നുള്ള കാര്യം മാർജിനൽ കോസ്റ്റിങ്ങിൽ എന്താണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ നമ്മുടെ ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങിൽ അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഇത് പറയുന്നത്, സൂട്ടബിൾ ഫോർ ഷോർട്ട് ടേം ഡിസിഷൻ മേക്കിംഗ് ആണ്, സൂട്ടബിൾ ഫോർ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പോൾ നേരത്തെ നമ്മളെ അബ്സോർപ്ഷൻ കോസ്റ്റ് നേരത്തെ നമ്മളെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ കണ്ട അതേ പോയിന്റ് തന്നെ ഇവിടെ വരുന്നത്. പിന്നെ കോൺട്രിബ്യൂഷൻ ഇസ് ദ ക്രൈറ്റീരിയ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ കോൺട്രിബ്യൂഷൻ ആണ്, അതായത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് എന്ത് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. ഇവിടെ വരുന്നത് ഡിഫറൻഷ്യൽ കോസ്റ്റ് വിത്ത് ഡിഫറൻഷ്യൽ റവന്യൂ ഇസ് ക്രൈറ്റീരിയ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഡിഫറൻഷ്യൽ കോസ്റ്റ് വിത്ത് ഡിഫറൻഷ്യൽ റവന്യൂ ആണ് എന്ത് ഇവിടുത്തെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. പിന്നെ ഇതെന്താണ്, ഇതൊരു നാരോ കോൺസെപ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ്, ഇതൊരു ബ്രോഡർ കോൺസെപ്റ്റ് ആണ്. കുറച്ചും കൂടി വലിയ കോൺസെപ്റ്റ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് ആണ്, ഇത് കുറച്ചും കൂടി ചെറിയൊരു കോൺസെപ്റ്റ് ആണ് എന്ത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇതൊക്കെയാണ് മാർജിനൽ കോസ്റ്റിങ്ങും അതേപോലെ ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ്. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമുക്ക് ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത്. ഫോളോയിങ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് താഴെ പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. അത് എളുപ്പത്തിൽ മനസ്സിലാകും, അതെന്താണ് ഓപ്പറേറ്റ് ചെയ്യാൻ സുഖമാണ്. ആസ് ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് ഫുള്ളി ചാർജ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് of the period, it does not result in carry forward of fixed cost to next period. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് പൂർണ്ണമായിട്ടും എന്തിലേക്ക് കൊടുക്കുന്നു, P&Lലേക്ക് കൊടുക്കുന്നത് കൊണ്ട് അതാണ് ഇറ്റ് ഡസ് നോട്ട് റിസൾട്ട് ഇൻ ക്യാരി ഫോർവേഡ് ടു ഫിക്സ്ഡ് കോസ്റ്റ്. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ് ക്യാരി ഫോർവേഡ് ആവുന്നില്ല, അല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് കാലാകാലങ്ങളായിട്ട് കമ്പനീൻ്റെ P&Lലും ബാലൻസ് ഷീറ്റിലും കിടക്കും. അപ്പോൾ അതൊരു എന്താണ് റിയൽ അല്ല. കാര്യം അത് എന്താണ് ആ ചിലവ് അപ്പോൾ കഴിഞ്ഞു, അതിനുശേഷം വരുന്ന വർഷങ്ങളിൽ ശരിക്കും പറയുകയാണെങ്കിൽ ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ചിലവ് ഈടാക്കി പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ അവിടെ കിടക്കാത്തതാണ് നല്ലത്. പിന്നെ എന്താണ് മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് ഇമ്പോർട്ടൻറ്റ് ബിസിനസ് ഡിസിഷൻ സച്ച് ആസ് മേക്ക് ഓർ ബൈ. അതായത് സാധനം മാനുഫാക്ചർ ചെയ്യണോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു മാനേജ്മെൻറ്റിന് കൃത്യമായിട്ടുള്ള ഐഡിയ മാർജിനൽ കോസ്റ്റിംഗ് കൊടുക്കും. ആക്സെപ്റ്റിംഗ് ഫോറിൻ ഓർഡേഴ്സ്, വിദേശത്തു നിന്നുള്ള ഓർഡേഴ്സ് എടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഇത്തരം ഡിസിഷൻസൊക്കെ എന്താണ് മാനേജ്മെൻറ്റ് എടുക്കാനായിട്ട് ഈ മാർജിനൽ കോസ്റ്റിംഗ് സഹായിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്
Fourth point, it helps the management in fixing selling prices during periods of severe competition ആൻഡ് എക്കണോമിക് റിസഷൻ. അതായത് ഇപ്പോൾ കോമ്പറ്റീഷൻ്റെ സമയത്താണെങ്കിലോ റിസഷൻ്റെ സമയത്താണെങ്കിലോ ഒക്കെ മാനേജ്മെൻറ്റിൽ എന്താണ് ഈ ഡിസിഷൻസ് എടുക്കാൻ ഇത് സഹായിക്കും. എന്ത്? മാർജിനൽ കോസ്റ്റിംഗ്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, ഇറ്റ് ഷോസ് ക്ലിയർലി ദ ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് ഓൺ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ബിസിനസ്. അതായത് ഔട്ട്പുട്ടിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് പ്രോഫിറ്റിനെയും അല്ലെങ്കിൽ ലാഭത്തെയും നഷ്ടത്തെയൊക്കെ ബാധിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് എന്താണ് അത് മനസ്സിലാക്കി തരും. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, എത്ര നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കുന്നു, ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ അതാണ്. അപ്പോൾ ആ എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന നിശ്ചിത അളവിൽ അത് പ്രോഫിറ്റബിൾ ആണോ ലോസ് ആണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ എന്തിനു സഹായിക്കും? നമ്മുടെ മാർജിനൽ കോസ്റ്റിങ്ങിന് സഹായിക്കും. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഇൻ ടു ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ ഫെസിലിറ്റേറ്റ് ബെറ്റർ കോസ്റ്റ് കൺട്രോൾ. അതായത് ഒരു കോസ്റ്റിനെ ഫിക്സ്ഡ് കോസ്റ്റ് ആക്കിയിട്ടും അതിനെ വേരിയബിൾ കോസ്റ്റ് ആക്കിയിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത് കൊണ്ട് കോസ്റ്റ് കൺട്രോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നടക്കുമെന്നാണ് പറയുന്നത്. ഇനി വരുന്ന നെക്സ്റ്റ് പോയിന്റ്, CVP അനാലിസിസ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് ആണ്. ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ പ്രോഫിറ്റ് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഇത് പ്രോഫിറ്റ് പ്ലാനിങ്ങിലും അതേപോലെ ഡിസിഷൻ മേക്കിങ്ങിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അനാലിസിസ് ആണ് ഈ CVP അനാലിസിസ്. അത് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഭാഗമാണ്. It establishes a direct relationship between volume of sales and contribution. അതായത് സെയിൽസിൻ്റെ വോളിയമാണ് പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വോളിയം ഓഫ് സെയിൽസും കോൺട്രിബ്യൂഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇത് കാണിച്ചു തരുന്നുണ്ട്. അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് ദർ ഇസ് നോ പ്രോബ്ലം ഓഫ് അണ്ടർ ആൻഡ് ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. അത് ഓവർഹെഡ് അധികമായിട്ട് ഏതെങ്കിലും ഒരു കോസ്റ്റ് സെൻറ്ററിലേക്ക് അബ്സോർബ് ചെയ്ത് പോകുന്ന കേസൊന്നും മാർജിനൽ കോസ്റ്റിങ്ങിൽ വരാൻ പോകുന്നില്ല. ലാസ്റ്റ് പോയിന്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഇൻ ടു ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ ഹെൽപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, നല്ലൊരു ബഡ്ജറ്റ് ഉണ്ടാക്കാനും മാർജിനൽ കോസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കാനുള്ളത് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. മാർജിനൽ കോസ്റ്റിംഗിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫോളോയിങ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. അപ്പോൾ എന്തൊക്കെയാണ് മാർജിനൽ കോസ്റ്റിംഗിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് ഫസ്റ്റ് കണ്ട് പറയുന്നത്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സെഗ്രിഗേറ്റ് ഓൾ കോസ്റ്റ് ഇൻ ടു ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. എല്ലാ ചിലവിനെയും ഈ ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ആക്കി മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഡിസ്റ്റിങ്ഷൻ ഓഫ് കോസ്റ്റ് ഇൻ ടു ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഇസ് അപ്ലിക്കബിൾ ഇൻ ഷോർട്ട് റൺ ഓൺലി. അതായത് ഷോർട്ട് റൺ, കുറഞ്ഞ കാലത്തേക്ക് അല്ലെങ്കിൽ ചെറിയൊരു കാലഘട്ടത്തേക്ക് മാത്രമേ ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും നമുക്ക് തരംതിരിക്കാൻ സാധിക്കുള്ളൂ. അല്ലെ, ഫിക്സ്ഡ് കോസ്റ്റും ഇപ്പോൾ കോസ്റ്റിനെ ഫിക്സ്ഡ് കോസ്റ്റും അതേപോലെ വേരിയബിൾ കോസ്റ്റുമായിട്ട് ഒരു ചെറിയൊരു കാലയളവിലേക്ക്, അത് കഴിഞ്ഞാൽ എല്ലാം എന്തായി ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ ഭാഗം തന്നെയാവും. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ഇൻ ദ ലോങ് റൺ ഓൾ കോസ്റ്റ് ആർ വേരിയബിൾ. ലോങ് റണ്ണിൽ ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നില്ല. ലോങ് റണ്ണിൽ എല്ലാം വേരിയബിൾ കോസ്റ്റിൻ്റെ ഭാഗമാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് സ്റ്റോക്സ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ആർ അണ്ടർ സ്റ്റേറ്റഡ് ആസ് ദേ ഡു നോട്ട് കണ്ടെയ്ൻ ഫിക്സ്ഡ് കോസ്റ്റ്. അതായത് ഇപ്പം വർക്ക് ഇൻ പ്രോഗ്രസ് അതേപോലെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഒന്നും വിലയിൽ എന്ത് കണക്കാക്കുന്നില്ല, അല്ലെങ്കിൽ ചിലവിൽ ഫിക്സ്ഡ് കോസ്റ്റ് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ വില അണ്ടർ സ്റ്റേറ്റഡ് ആയിരിക്കും, വില കുറച്ചായിരിക്കും കാണിക്കുക. പിന്നീട് ഫോർത്ത് പോയിന്റ്, ഇൻ ദ ഇവൻറ്റ് ഓഫ് ലോസ് ബൈ ഫയർ ദ ട്രൂ എമൗണ്ട് ഓഫ് ലോസ് കനോട്ട് ബി റിക്കവേർഡ് ഫ്രം ഇൻഷുറൻസ് കമ്പനി ഡ്യൂ ടു അണ്ടർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. അതായത് സ്റ്റോക്ക് ഇവിടെ എപ്പോഴും അണ്ടർ വാല്യൂഡ് ആയിരിക്കും. അപ്പോൾ അണ്ടർ വാല്യൂഡ് ആയതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി ഇപ്പോൾ എന്തെങ്കിലും നഷ്ടം വരികയാണെങ്കിലോ അല്ലെങ്കിൽ വല്ല അപകടം സംഭവിച്ച് സ്റ്റോക്കൊക്കെ നഷ്ടം വന്ന് പോവുകയാണെങ്കിലോ നമുക്ക് നമ്മുടെ യഥാർത്ഥ വില കിട്ടില്ല. കാര്യം നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് ഈ ഒരു സ്റ്റോക്കിലേക്ക് പരിഗണിക്കാത്തത് കൊണ്ട് അതിൻ്റെ വില എപ്പോഴും കുറച്ചായിട്ട് നമ്മൾ കാണിക്കുക. അപ്പോൾ അത് നഷ്ടം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അതിന് തേയ്മാനോ അല്ലെങ്കിൽ നാശം വന്ന് പോവുകയാണെങ്കിൽ നമുക്കതിന് യഥാർത്ഥ വില കിട്ടാൻ ചാൻസ് കുറവാണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, സം ഓഫ് ദ അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ആർ നോട്ട് ട്രൂ ഇൻ മെനി സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ചില അസംഷൻസ് സത്യമല്ല ഒരുപാട് സാഹചര്യങ്ങളിൽ. പിന്നെ ദ എക്സ്ക്ലൂഷൻ ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് മേക്ക് കോസ്റ്റ് കമ്പാരിസൺ ഡിഫിക്കൽട്ട്. ഫിക്സ്ഡ് കോസ്റ്റിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നത്, മാറ്റി നിർത്തുന്നത് കൊണ്ട് കോസ്റ്റ് കമ്പാരിസൺ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഏഴാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് നോട്ട് സൂട്ടബിൾ ടു കോൺട്രാക്ട് കോസ്റ്റിംഗ് വെയർ ദ വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് വെരി ഹൈ. ഇത് കോൺട്രാക്ട് കോസ്റ്റിങ്ങിന് നല്ലതല്ല. മാർജിനൽ കോസ്റ്റിംഗ് കോൺട്രാക്ട് കോസ്റ്റിംഗ് നല്ലതല്ല.
കാര്യം എന്താണ്, അതിൻ്റെ വർക്കിൻ്റെ വാല്യൂ വളരെ കൂടുതലാണ് കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് കോൺട്രിബ്യൂഷനാണ് നോക്കാനുള്ളത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ മുതലാണ് നമുക്ക് മെല്ലെ പ്രോബ്ലത്തിലേക്ക് കടക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ബേസിക് തിയറീസ് ആണ്. അപ്പോൾ ഇതൊന്നും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ തിയറീസ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കിയുള്ളത് എന്താണ്, കോൺട്രിബ്യൂഷൻ്റെ കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അത് മുതലാണ് നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്.